ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. ഹരീഷ് ഋതിയെ കണ്ട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഋതികയും രാജുവും കൂടെ ഹരീഷിനെ കാണാനായിട്ട് വരുവാണ്. അപ്പോൾ അവരെ പ്രതീക്ഷിച്ച് ഹരീഷ് അവിടെ നിൽക്കുന്നുണ്ട്. രാജു പറഞ്ഞു, ദോണ്ട നിൽക്കുന്നവൻ, ഞാൻ വരുന്നില്ല, നിന്നെയല്ലേ കാണണമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് നീ ചെന്ന് എന്താന്ന് ചോദിക്കും. ഋതിക ചെന്ന് ഹരീഷിനോട് ചോദിക്കും, എന്താ ഹരീഷ് എന്നെ കാണണമെന്ന് പറഞ്ഞ്? ഇത് ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ. അതെന്താ ഹരീഷ്? ഇത് അവൾക്കുള്ള ജോലിയുടെ അപ്പോയിൻമെൻ്റ് ഓർഡറാണ്. ഇൻകം ടാക്സ് ഓഫീസിൽ അവൾക്ക് ജോലി കിട്ടി. ഋതിയെ അത് വാങ്ങിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ, ഹരീഷേ നീ വളരെ നല്ലവന്, ആ പാവത്തിനെ നീ രക്ഷിച്ചല്ലോ, താങ്ക്സ് ഹരീഷേ. ഹരീഷ് ചോദിക്കും, എന്തിന്? അത് ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ നീ കാണിച്ച നല്ല മനസ്സിന്. ഋതികെ, എന്നെ ഒരു ദുഷ്ടനായിട്ടേ ചിത്രീകരിച്ചാലും എനിക്കതിൽ യാതൊരു സങ്കടവും ഇല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. ഹരീഷ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഹരീഷെ വേറൊരു കാര്യമാണ് പ്രതീക്ഷിച്ചത്. ഡിവോഴ്സ് കഴിഞ്ഞവർ വരെ പിന്നീട് ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. ഇനി ശ്രീലക്ഷ്മിയെ കാണാൻ വേണ്ടിയാണോ ഹരീഷ് എന്നെ വിളിച്ചതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. വേണ്ട ഋതികെ, മതി. ഇനി അതൊന്നും എത്ര അലക്കിയാലും വെളുക്കില്ല. കോടിത്തുണി എന്തിനാ ഹരീഷെ അലക്കുന്നത്? വേണ്ട ഋതികെ, ഇനി കൂടുതലൊന്നും പറയണ്ട, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞിട്ട് ഹരീഷ് അങ്ങ് പോയി. ഋതിക വന്ന് എന്ത് പറയും എന്ന് കാത്തിങ്ങനെ നിൽക്കുവാണ് രാജു. എന്താ ഋതു? അപ്പോൾ ഋതിക ഉണ്ടായ കാര്യങ്ങളൊക്കെ രാജുവിനോട് പറയുവാണ്. രാജു ആ അപ്പോയിൻമെൻ്റ് ഓർഡർ കണ്ട് വളരെ സന്തോഷിക്കുക. ഋതികയും രാജുവിനും പറയാൻ വയ്യാത്ത സന്തോഷം. ഈ സമയം വേണുവേട്ടൻ ഇങ്ങനെ വാതക്കലിരിക്കുന്നു. രാധമ്മ ശ്രീലക്ഷ്മിയുടെ തലമുടിയൊക്കെ ഇങ്ങനെ വാരി ചീകി കൊടുക്കുവാണ്. എന്തോ ഒരു തമാശയൊക്കെ പറഞ്ഞ് അവരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ രാജുവും ഋതിക അങ്ങോട്ട് വന്നിട്ട് ഋതിക പറയാം, ഈ വീട്ടിലുള്ള ഒരാളുടെ ദുഃഖത്തിന് ദൈവം ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. അതെന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഒത്തിരി കരയുന്നവരെ കുറിച്ച് വേണുവെങ്കിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ. അതെന്താ വേണുമംഗളെ? അതെ, ഞാനൊരു ബൈബിൾ വചനം പറയാറുണ്ട്, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുവെന്ന്. രാജു ചിരിച്ചോണ്ട് പറയാം, എന്നാൽ ഇനി മുതൽ ഒത്തിരി കരഞ്ഞ എൻ്റെ പാവപ്പെട്ട സഹോദരി ശ്രീലക്ഷ്മി ആർപ്പോടെ ഇനി കൊയ്യാൻ പോവുക. അത് കേട്ടിട്ട് രാധമാർ, അയ്യോ എനിക്ക് കാര്യം എന്താന്ന് വെച്ചാൽ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല, എന്താന്ന് വെച്ചാൽ ഒന്ന് പറ മക്കളെ. അപ്പോഴകത്തുനിന്ന് ജയനും വരുന്നുണ്ട്. ഋതിക പറയാ, ജയേട്ടൻ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ശ്രീലക്ഷ്മിയോട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? അതെന്തായാലും നടന്നു. അപ്പൊ ജയൻ പറയാം, ശ്രീ ഇത്രയും കരയുന്നത് ഒത്തിരി ചിരിക്കാനാണെന്ന്. എന്നാ ജയേട്ട, അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. ശ്രീ, ഇത് നീ ഒന്ന് വായിച്ചിട്ട് നീ തന്നെ എല്ലാവരോടും പറ. ശ്രീലക്ഷ്മി ആ അപ്പോയിൻമെന്റ് ഓർഡർ പൊട്ടിച്ച് നോക്കിയിട്ട് ഭയങ്കര സന്തോഷത്തോടെ, അയ്യോ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം. അയ്യോ നേരാണോ മോളെ? അതേ അമ്മേ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാ. കരഞ്ഞോണ്ട് രാധമ്മ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പുന്നക്കീഴിലമ്മേ എൻ്റെ മോളെ രക്ഷിച്ചു. രാധമ്മ ഓടിപ്പോയി പൂജാ റൂമിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുക. വിളിച്ചാ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന എൻ്റെ പുന്നക്കീഴിലമ്മേ, കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന എൻ്റെ ദേവി, അവിടുന്ന് എൻ്റെ മകളെ രക്ഷിച്ചു. ഒരുപാട് നന്ദിയമ്മേ, ഒരുപാട് നന്ദി. പ്രിയ പൂജാ റൂമിൽ വന്നിട്ട്, എന്താമ്മേ അമ്മ ഈ അസമയത്ത് വന്നൊന്ന് പ്രാർത്ഥിക്കുന്നേ? വിശേഷിച്ച് വല്ലതും ഉണ്ടായോ അമ്മേ? യോ എൻ്റെ പ്രിയമോളെ, നീ ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ശ്രീമോക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയെന്നോ? എവിടാ അമ്മേ? മോളെ ഗവൺമെന്റ് ജോലിയാ, ഇൻകം ടാക്സിൽ. എൻ്റെ ദൈവമേ, നമ്മുടെ ശ്രീമോളുടെ കഷ്ടകാലം മാറിയമ്മേ. ജയൻ ശ്രീലക്ഷ്മിയോടും രാജുവിനോടും പറയാം, ഇതിനൊക്കെ ചെലവ് ചെയ്യണം, ഈ ലഡുവും ജിലേബിയൊന്നും വേണ്ട, എനിക്ക് മറ്റേല്ലത് എന്നിങ്ങനെ രാജുവിനോട് പറയുന്നുണ്ട്. ശ്രീമോളെ കൺഗ്രാസ്, നിനക്ക് ജോലി കിട്ടിയല്ലോ എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പ്രിയ വന്ന് ശ്രീലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുക. വേണുവേട്ടൻ പറയാ, എടി രാധേ, ഒരു ഉണക്കമുളക് എടുത്ത് അടുപ്പിലിട്ട് ചുട്ട് കടുക് ഉപ്പും ചേർത്ത് മോളെ ഒന്ന് ഒഴിഞ്ഞേക്ക്. എൻ്റെ ഈ മോക്കെ ആ രുക്മിണിയുടെ കണ്ണേറ് കിട്ടും, അല്ലെങ്കിൽ ഇനി എന്ത് കണ്ണേറ് കിട്ടാനാച്ചാ? ജയം പറയാം, എടി പ്രിയെ, എൻ്റെ ഭാര്യയും വാഴയായ നിനക്കും ഇതൊരു പാടവാ. അതെന്താ ജയ നീ അങ്ങനെ പറഞ്ഞു? അച്ഛാ, ഈ സങ്കടത്തിനിടയിൽ ശ്രീ ജോലിക്ക് അപേക്ഷിച്ചില്ലേ? എൻ്റെ ഭാര്യ മരവാഴയ്ക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ? ദാണ്ട ജയേട്ടാ, എന്നെ മരവാഴ എന്നങ്ങനെ വിളിച്ചാലുണ്ടല്ലോ. എടി പ്രിയ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ ഞാൻ നിന്നോട് വഴക്കിട്ടതല്ല. ഒരു സർക്കാർ ജോലിയുള്ള ഭാര്യയുടെ ഞാൻ ഉൾപ്പെടെ ഒരു ഭർത്താവും വഴക്കിന് വരില്ല. 10 കാശ് നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടെങ്കിലേ ഞാൻ ഉൾപ്പെടെ എല്ലാ ഭർത്താക്കന്മാരും ഓശാന പാടി നിൽക്കും നിങ്ങളുടെയൊക്കെ മുമ്പിൽ. അത് ജയൻ പറയുന്നതൊക്കെ കറക്റ്റ് കാര്യമാണ് കേട്ടോ മോളെ എന്നിങ്ങനെ രാധമ്മയും പറയുക. ഏത് പെൺകുട്ടികൾക്കും സ്വയം പര്യാപ്തത വേണം. അതാടി രാധമ്മ ജയൻ പറഞ്ഞത്. ഒരു തോൽവിക്കൊരു ജയം, അതാ ഇവിടെ കണ്ടത്. മോളെ, എൻ്റെ പൊന്നുമോക്കിനി ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. വേണമെങ്കിലേ, ഇത് രുക്മിണിയുടെ തലക്കിട്ട് ദൈവം കൊടുത്ത ഒരു പണിയാ. ഇനി ഹരീഷ് ഒരക്ഷരം മിണ്ടില്ല. ഈ സമയം പ്രതാപന്റെ വീട്ടിൽ വീണ്ടും അംബികയുടെ ആ കള്ള ജോത്സ്യൻ വന്ന് കവടിപ്പലകിട്ട് എന്തൊക്കെയോ ഉരുട്ടിപ്പെറുക്കിയൊക്കെ വെക്കുന്നുണ്ട്. അംബികയും ശിവകാമിയും ദീപക്കും നന്ദനയെല്ലാം ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. അംബിക ആ കള്ള ജോത്സ്യനോട് പറയാം, ജോത്സ്യരെ, ഇവിടെ 2 ക്ഷുദ്ര ജീവികളുണ്ട്, അവർ വീട്ടിൽ പോയിരിക്കുക. അവർ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്നതിന് മുമ്പ്
ഈ കല്യാണ തീയതി ഒന്ന് കുറിക്കുവോ? കല്യാണ തീയതി എത്രയും പെട്ടെന്ന് വേണമെന്നല്ലേ മാഡം എന്നോട് പറഞ്ഞത്. രണ്ടുപേരുടെയും ജാതകം നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനെന്താ, നോക്കിക്കോളൂ. എന്തായാലും കഷ്ടകാലമൊക്കെ മാറിയിട്ടുണ്ടോയെന്നൊന്ന് അറിയാമല്ലോ. അങ്ങനെ ജ്യോത്സ്യരെ ജാതകം എടുത്തിട്ട് ചോദിക്കുന്ന ചെറുക്കൻ്റെ നാള് പൂരം അല്ലേ, പെണ്ണിൻ്റെ നാള് ഉത്തിരട്ടാതി. അതെ. അങ്ങനെ ജ്യോത്സ്യൻ ജാതകം നോക്കിയിട്ട് മഹാ അത്ഭുതമായ ഒരു പ്രവചനം അങ്ങോട്ട് പറയുവാണ്. 10ൽ 10 പൊരുത്തം. ഇത്രയും ഒത്ത പൊരുത്തമുള്ള ജാതകം വേറെ എങ്ങുമില്ല. ദീപക്കിന് ഇനി അങ്ങോട്ട് നല്ല കാലമാണ്. എന്ന് വെച്ചാൽ ശുക്രദശയാണ്. എന്നാൽ ശുക്രനിൽ ശനിയുടെ അപകാരവും ഉണ്ട്. 8ൽ ചൊവ്വയും 7ൽ സൂര്യനുമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ദീപക്കിന് ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റമാണ്. 28 വയസ്സ് വരെ ഈ നാളുകാരൻ മഹാപ്രശ്നക്കാരനായിരുന്നു. ദുർനടപ്പ്, അബദ്ധസഞ്ചാരം. അംബിക പെട്ടെന്ന് പറയാം, വേണ്ട ജ്യോത്സ്യരെ, അതൊന്നും ഇനി അങ്ങോട്ട് വിളമ്പണ്ട. മനുഷ്യർക്കെല്ലാവർക്കും കഷ്ടകാലമൊക്കെ ഉണ്ടാകില്ലേ. എന്തിനും തുനിഞ്ഞു വന്നിരിക്കുന്ന ശിവകാമി പറയാം, പിന്നെ ഇല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണന് വരെ അവസാന കാലത്ത് കഷ്ടപ്പാടല്ലായിരുന്നോ? തമ്മിൽ തല്ലി കുലം വരെ മുടിഞ്ഞു പോയില്ലേ? ഐശ്വര്യവതിയായ ഒരു യുവതി ദീപക്കിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നതോടെ ദീപക്കിന് ഐശ്വര്യം വർദ്ധിക്കുവാണ്. ഇനി അങ്ങോട്ട് 58 വയസ്സ് വരെ യാതൊരു കുഴപ്പവും ഇല്ല. ദാണ്ട വരുന്ന ഋതികയും രാജു അങ്ങോട്ട്. അംബിക ക്ഷുദ്രജീവികളെന്ന് പറഞ്ഞവരാണിപ്പോൾ വന്നിരിക്കുന്നത്. ഋതികയും രാജുവിനെയും കണ്ടതോടെ അവരുടെ എല്ലാവരുടെയും മുഖം അങ്ങ് വാടി. ഋതിക രാജുവിനോട് പറയാം, രാജു, ഇവർ കല്യാണ തീയതി കുറിക്കുവാണെന്ന് തോന്നുന്നു. കാര്യങ്ങളപ്പോൾ ക്ലൈമാക്സിലെത്തി. ജ്യോത്സ്യരെ വെച്ച് കാച്ചുവാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ ഭവനത്തിലോട്ട് വന്നു കയറിയത് വളരെ ഐശ്വര്യമാണ്. ഇനി അങ്ങോട്ട് ഭർത്താവാകാൻ പോകുന്ന പുരുഷന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ഭവനത്തിൽ ഈ കുട്ടി ഒരു നിലവിളക്കായി തന്നെ ശോഭിക്കും. ജ്യോത്സ്യൻ പറഞ്ഞതൊക്കെ കേട്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് നിൽക്കുമാണ് ശിവകാമി. ഋതിക രാജുവിനോട് പറയാം, കശാപ്പുകാരന്റെ കയ്യിലോട്ട് ആ മകളെ പിടിച്ചു കൊടുക്കുന്നതെന്ന് വല്ല ഈ സ്ത്രീ അറിയുന്നുണ്ടോ? അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. അങ്ങനെ കരുതിയാൽ മതി ഋതു. എന്നാൽ ഇനി താമസിക്കാതെ കല്യാണ മുഹൂർത്തം അങ്ങോട്ട് കുറിച്ചാലോ ജ്യോത്സ്യരെ? അംബിക പറയാം, അതിനെന്താ കുറിക്കാലോ, എങ്കിലെന്നാ നാളെ തന്നെ ആകട്ടെ. കല്യാണം അമ്പലത്തിൽ വെച്ചല്ലേ നടക്കുന്നതെന്ന് പറഞ്ഞത്. നാളെ പഞ്ചമിയാണ്, അതിനെന്താ ജ്യോത്സ്യരെ, കുറിച്ചോളൂ. ദീപക്കും നന്ദനയും പരസ്പരം നോക്കി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുക. ഋതിക പറയുക, ഈ കല്യാണം നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് നടത്തിത്തരാം. പ്രതാപൻ റൂമിലിരുന്ന് മൊബൈലിൽ എന്തോ ഞോണ്ടിക്കൊണ്ടിരിക്കുക. പ്രതാപ എന്ന് വിളിച്ച് സന്തോഷത്തോടെ അമ്പി അങ്ങോട്ട് ചെല്ലും. ആ ചേച്ചി ഇങ്ങോട്ട് വാ. രാജു, ഇത് കണ്ടോ, ഒരു പെൺകുട്ടിയെ കൂടെ വഴിയാധാരമാക്കാൻ പോകുന്ന കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റുണ്ടോ? പെണ്ണിനോട് എന്തൊക്കെ നമ്മൾ പറഞ്ഞു, എന്നിട്ടും ആ പെണ്ണ് അവനെ തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുവല്ലേ. അവളുടെ അമ്മയും അച്ഛനും അതിന് വില്ലിങ്ങായിട്ട് നിൽക്കുക. എന്തിനേറെ പറയുന്നു, ഇവിടെ വർമ്മസാറ് വരെ നിബന്ധനയോടുകൂടി കല്യാണം നടത്താമെന്ന് പറയുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നാ ഋതു പറയുന്നത്? ആ കുട്ടിയുടെ ജീവിതം കുരുതി കൊടുക്കുന്നത് നമ്മൾ കണ്ടു നിൽക്കണോ രാജു? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഋതു നിന്നോട് ഞാൻ ചോദിക്കുന്നത്. ആ പെണ്ണ് സ്വയം കുരുതി കൊടുക്കാനുള്ള പട്ട് ഉടുത്തു കഴിഞ്ഞു. അവരെല്ലാവരും കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുക. രാജു, ഈ വീട്ടിലോട്ട് അവളെ കെട്ടിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതെന്റെ വീടാ. അംബിക കല്യാണക്കുറി തീരുമാനിച്ചത് അത് പ്രതാപന്റെ കയ്യിൽ കൊടുക്കുക. പ്രതാപൻ വായിച്ചു നോക്കിയിട്ട്, ഇത് നാളത്തേക്കാണല്ലോ കല്യാണ തീയതി കുറിച്ചിരിക്കുന്നത്, ഇത്ര പെട്ടെന്നോ? മോനെ പ്രതാപ, ദീപക്കിന്റെ കല്യാണം വലിയ ആർഭാടമായിട്ടൊന്നും നടത്തണ്ട. കല്യാണത്തിന് നമ്മൾ കുടുംബക്കാർ മാത്രം മതി. ഋതി അങ്ങോട്ട് കയറി വന്നിട്ട് പറയാം, അതാ നല്ലത്. അവന്റെ കല്യാണം പബ്ലിക്കായിട്ട് നടത്തിയാലേ എവിടുന്നൊക്കെയാ പെണ്ണുങ്ങൾ പരാതിയായിട്ട് വരാൻ പോന്നേന്നേ അറിയാൻ പറ്റില്ലല്ലോ. അല്ല ചേച്ചി, കല്യാണം എങ്ങനെ നടത്താനാ ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് മോനെ, നമ്മുടെ കുന്നത്തുകാവിൽ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട്. കർമ്മി അവിടുത്തെ ശാന്തി തന്നെ. എന്താ പ്രതാപ, അത് പോരെ? അത് ധാരാളമാവും ചേച്ചി. അത്രയൊക്കെ മതിയെന്ന എൻ്റെ അഭിപ്രായം. അച്ഛാ, അപ്പോൾ അച്ഛനെ പോലെ ഇത്രയും വലിയൊരു രാഷ്ട്രീയ നേതാവും പാവം പിടിച്ചൊരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ കൂട്ടുനിൽക്കുവാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ ഋതു നീ പറയുന്നത്? പെണ്ണിന്റെ രക്ഷകർത്താക്കളും പെണ്ണും ചെറുക്കന്റെ അമ്മയും ഇത് കല്യാണം നടത്താൻ തയ്യാറായിരിക്കുക. അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാം, അവനൊരു അവസരം കൂടി കൊടുക്കാം. നന്നാവുന്നെങ്കിൽ അവൻ നന്നായിക്കോട്ടെ. പ്രതാപ, അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. എന്നാ ശരി, നടക്കട്ടെ. അംബിക എന്നിട്ട് എഴുന്നേറ്റ് ഋതിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പോകുന്നുണ്ട്. ദേഷ്യത്തോടെ നിൽക്കുന്ന ഋതിയെ നോക്കി പ്രതാപം പറയാം, നീ വെറുതെ ധാർമ്മിക രോഷം കൊണ്ടിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഇത് അവരുടെ കാര്യമാണ്, അത് അതുപോലെ തന്നെ നടക്കട്ടെ. ദേഷ്യത്തോടെ ഋതിയെ വെളിയിലോട്ട് വന്നിട്ട് അംബികയോട് ചോദിക്കുക, കല്യാണം നിങ്ങൾ നടത്തും അല്ലേ? പിന്നല്ലാതെ ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി കല്യാണ ഡേറ്റ് തീരുമാനിച്ചത് കല്യാണം നടത്താനല്ലേ? പിന്നെ എന്തിനാന്നാ നീ വിചാരിച്ചത്? എന്നാൽ ഈ കല്യാണം നടക്കില്ല, ഞാൻ നടത്തത്തില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനവള് പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് നിന്നോടാര് പറഞ്ഞു? നീ ഒന്ന് മനസ്സിലാക്കിക്കോ, എൻ്റെ മകൻ്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും. നടക്കില്ല അംബികെ. അഥവാ ആ കല്യാണം നടന്നാൽ അവനും ആ പെണ്ണും നിങ്ങളും എങ്ങോട്ടെങ്കിലും ഇവിടുന്ന് പൊയ്ക്കോണം. ഇങ്ങോട്ട് വന്നേക്കരുത്, ഇതെൻ്റെ വീടാ.
എന്നാലേ എൻ്റെ ആങ്ങള പ്രതാപൻ ഏത് വീട്ടിൽ താമസിക്കുന്നോ അത് എൻ്റെയും കൂടെ വീടാ, നീ പോയി വല്ല പണി നോക്കടി പോയി എന്നും പറഞ്ഞ് അമ്പയെ കളിയാക്കി പറഞ്ഞിട്ടങ്ങ് പോവുക. രാജു ഋതിയോട് പറയാം, ഋതു അവരെന്തെങ്കിലും ചെയ്യട്ടെ, നീ ഈ കാര്യം അങ്ങ് വിട്ടുകളാ. അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല രാജു. ഒരു പെൺകുട്ടിയുടെ ലൈഫല്ലേ സ്പോയിൽ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഋതു അതിനെക്കുറിച്ച് പല പ്രാവശ്യം നമ്മൾ ആ അമ്മയോടും മോളോടും പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ലേ, പിന്നെ നമ്മളെന്ത് ചെയ്യാന്? അത് രാജു, അവർ പാവങ്ങളായിട്ടും ഇവനെ അവർക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടുമല്ലേ ഈ ആപത്തിൽ ചെന്ന് ചാടാൻ പോന്നു. അതിനല്ലേ ഋതു മലയാള ഭാഷയിൽ തന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അത് അവളുടെ വിധിയാണെന്ന് കരുതിയാൽ മതി. രാജുവും കൂടെ ഒന്ന് വന്നേ, ആ കുട്ടിയോട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. കുട്ടിയോ? അവൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ പെണ്ണ് തന്നെയാ. നിനക്ക് നാണമില്ലേ ഋതു? വെറുതെ എന്തിനാ അവളോടൊക്കെ പോയി കെഞ്ചുന്നേ? ട്രെയിനിൽ തലവെക്കാനാണ് അവളുടെ പ്ലാനെങ്കിൽ അവൾ വെക്കട്ടെ. അല്ല രാജു, ഞാൻ ഒരു പ്രാവശ്യം കൂടെ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. വെറുതെ അവനവൻ്റെ അന്തസ്സ് കളയല്ലേ ഋതു. നീ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്തോ. ഞാൻ സംസാരിക്കും രാജു എന്നും പറഞ്ഞ് ഋതിക പോവുക. ഈ സമയം ശിവകാമിയും മോളും കൂടെ എന്തോ വലിയ പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഋതിക അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഋതിക വരുന്ന അവർക്ക് രണ്ടുപേർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അത് കാണിക്കാതെ ഇങ്ങനെ നിൽക്കുക. ഋതിക പറയാം, ഞാൻ വന്നത് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാന്, പക്ഷേ എൻ്റെ കാര്യസാധ്യതയ്ക്കൊന്നും അല്ല. നന്ദനയുടെ നന്മയ്ക്ക് വേണ്ടിയാ കല്യാണം മുടക്കി സന്തോഷിക്കുന്ന സൈക്കോ ഒന്നും അല്ല ഞാൻ. ആ ദീപക്കിനോട് എനിക്ക് വൈരാഗ്യമൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഇത് ഞാൻ പറയുന്ന നന്ദനെ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷിക്കാനാ. കാഴ്ചയിൽ അവൻ വലിയ സുന്ദരനാണെങ്കിലും അവൻ്റെ ഉള്ളിൽ നിറയെ സയനൈഡാ. വൈൽഡ് ആനിമൽസിനോട് പോലും അവനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നന്ദനെ താൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നന്ദന പറയാം, അതൊന്നും ഇനി നടക്കാത്ത കാര്യമാണ് ഋതിക. എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു ആഗ്രഹമാണ് ഈ കല്യാണം. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുത്തേ പറ്റൂ. എൻ്റെ അച്ഛനെ ഞാൻ ധിക്കരിക്കില്ല. ശിവകാമി പറയാം, അത് മാത്രമല്ല മോളെ, അദ്ദേഹം ജയിലിലും അല്ലേ. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് മകളുടെ കടമയല്ലേ. അയ്യോ, നിങ്ങൾ നാശത്തിലോട്ടാണ് പോകുന്നത്. നമ്മുടെ നാശവും നല്ലതും ഒക്കെ ദൈവമല്ലേ മോളെ തീരുമാനിക്കുന്നത്. ഇതുവരെ ദീപക് വളരെ മോശക്കാരനും വൃത്തികെട്ടവനുമായിരുന്നു. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതുകൊണ്ടെന്താ, ഇനി എന്താ അവന് നന്നായി കൂടാന്നുണ്ടോ? ഒരു നല്ല ജീവിതം കിട്ടുമ്പോൾ മനുഷ്യർ മാറും മോളെ. മാറിയില്ലെങ്കിൽ പിന്നെ ഇവളുടെ തലവിധിയാണത്. ഞങ്ങൾക്ക് അത്രയേ പറയാനുള്ളൂ എന്നും പറഞ്ഞ് ശിവകാമി നന്ദനയോട് പറയാം, മോള് വാ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് പോവാ ഋതികയുടെ മുന്നിൽ കൂടെ. അമ്പയ്ക്ക് ദേഷ്യത്തോടെ പുറത്തോട്ട് നടന്നു പോകുമ്പോൾ ദീപക്ക് പുറകിനോടിച്ചു. അമ്മ എന്താ അമ്മേ, അവക്കിത് എന്തിൻ്റെ കേടാടാ? ഓരോ ദിവസം ചെല്ലും തോറും പ്രാന്തായതുപോലെ അവർക്ക് എരിവ് കൂടി വരുവാണല്ലോ. പലവട്ടം ഞാൻ രണ്ടിനെ ഇല്ലാതാക്കാൻ നോക്കിയത്, പക്ഷെ രണ്ടും ചാകുന്നില്ലല്ലോടാ. അമ്മേ, എൻ്റെ മുറപ്പെണ്ണിൻ്റെ കാര്യമാണോ അമ്മ ഈ പറയുന്നത്? ഓടാ നിന്റെ ഒരു മുറപ്പെണ്ണ്. എടാ, അവൾ എന്താ പറഞ്ഞത് നിനക്കറിയാവോ? നന്ദനയും നീയുമായിട്ടുള്ള കല്യാണം നടക്കലും അവളോട് പോകാൻ പറയമ്മേ. പരസ്പരം മാല ചാർത്തുന്നത് ഞങ്ങളല്ലേ, നന്ദനയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാനല്ലേ, അല്ലാതെ അവളാണോ? അവിടെ ഒരു വെല്ലുവിളി, അവൾ വെല്ലുവിളിയും കൊണ്ട് വന്നേക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവൾ ഏത് കാര്യത്തിനമ്മയെ വെല്ലുവിളിക്കാത്തത്? ഈ കല്യാണത്തിന് നമ്മൾ ആകെ പേടിച്ചിരുന്നത് ആ ദിവ്യയാ. അവൾ ആ കൊച്ചിനെ ചുമന്നുകൊണ്ട് തേരാപ്പാര ഇവിടൊക്കെ നടന്നല്ല, അത് നമുക്കൊരു വെല്ലുവിളിയാവും. ആ കാര്യം നമ്മൾ അങ്ങ് ഈസി ആയിട്ട് പരിഹരിച്ചു. അതേ അമ്മേ, അമ്മയോട് ഞാനത് ചോദിക്കാനിരിക്കുമായിരുന്നു. കാര്യം എൻ്റെ കർണത്തെട്ട് അടിച്ചിട്ടാണെങ്കിലും അവൾ വലിയ കോലാഹലമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോയത്. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടാവുമല്ലോ. അതെന്താ അമ്മേ? അമ്പയ്ക്ക് ചിരിച്ചോണ്ട് പറയാം, ഒരേ ഒരു ഭീഷണിയെ ഞാൻ അവളോട് പറഞ്ഞോളൂ. ഒരു ദിവസം നീ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ നിന്റെ കുഞ്ഞ് ജീവനില്ലാതെ കിടക്കുമെന്ന്. പറഞ്ഞതുപോലെ ചെയ്യുന്നവളായി അംബികാവർമ്മയെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അവൾ ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. അമ്മ ആ പറഞ്ഞ കാര്യം ഞാൻ പല പ്രാവശ്യം ആലോചിച്ചതാ. എന്തായാലും നമ്മളെല്ലാ സത്യങ്ങളും നന്ദനയോടും അവളുടെ അമ്മയോടും തുറന്നു പറഞ്ഞത് നന്നായി. ഋതിക ബോംബ് പോലെ കൊണ്ടു നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ഓലപ്പടക്കം പോലെ ചീറ്റിയം കളഞ്ഞില്ലേ. അവൾ എന്നോട് പറയുക കല്യാണം മുടക്കും. അവൾ ഒരു പുല്ലും ചെയ്യില്ലമ്മേ. എന്തൊക്കെ സംഭവിച്ചാലും അമ്മേ, ഈ കല്യാണം നടക്കും. എൻ്റെ മോനെ, ഈ വീട്ടിൽ എൻ്റെ മോനെ നിനക്കൊരു കുടുംബം ഉണ്ടാകണം. ഇവിടെ ഓടിക്കളിച്ച് വളരേണ്ടതേ ഋതികയുടെ കുഞ്ഞുങ്ങളായിരിക്കരുത്, നിന്റെ കുഞ്ഞുങ്ങളായിരിക്കണം. ഈ അമ്മ വെട്ടിപ്പിടിക്കാൻ നോക്കുന്നതൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയാൻ നോക്കുന്ന അവനും അവളും കൂടിയാ. ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ല. ഇതെല്ലാം എൻ്റെതാക്കും. എൻ്റെ അമ്മ ധൈര്യത്തോടെ ഇരിക്കുക. നാളെ കുന്നത്തുകാവിൽ ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ കല്യാണം നടക്കും. ഇനി അത് ഋതികയല്ല, അവിടെ തന്ത പ്രതാപവർമ്മ വിചാരിച്ചാലും ഞാൻ നന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. എൻ്റെ ഭാര്യയായിരിക്കാൻ ജനിച്ചവളാണ് പിള്ളേച്ചൻ്റെ മകൾ നന്ദന. ഇടാ മോനെ ദീപക്കെ, ചെറിയ ഒരു പേടി കൊണ്ട് ഞാൻ ചോദിക്കുക, നിന്റെ കല്യാണം നടക്കാൻ പോകുന്നു അറിഞ്ഞോണ്ടേ ആരെങ്കിലും ഏതെങ്കിലും ഏടാകൂടെ അമ്പലത്തിലെങ്ങാനും കയറി വരുവോടാ? ആരാ അമ്മേ? വല്ല സാന്ദ്രയോ മാനസയോ നടാസിയോ ആരെങ്കിലും? ഒന്ന് പോമേ, നന്ദനെ കല്യാണം കഴിച്ച് ഞാനൊരു കുടുംബസ്ഥനാകാൻ പോവാ. അതുകൊണ്ടമ്മ കണ്ട പെമ്പിള്ളാരുടെ പേരൊന്നും പറയല്ലേ. ഋതികയുടെ ആ നിപ്പ് കണ്ടിട്ട് രാജു ചോദിക്കുക, ഋതു നീ എന്തിനാ ഇങ്ങനെ BP കൂട്ടുന്നത്? രാജു, അംബിക കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ തിരക്ക് കൂട്ടുക.
അമ്പലത്തിലും വിളിച്ചു പറഞ്ഞു ഇതെങ്ങനെ മുടക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ അവരുടെ കാര്യമല്ലേ ഋതു, അത് നടക്കുവോ നടക്കാതിരിക്കുവോ ഒക്കെ ചെയ്യട്ടെ, അതിന് നമുക്കെന്ത് വേണം? രാജു, അനന്തംപിള്ള നമ്മുടെ ശത്രുവാ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അയാളുടെ മകൾ എന്ത് ചെയ്തു? ഋതു അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചതല്ലേ അവന്റെ സ്വഭാവത്തെക്കുറിച്ചല്ല. എന്നിട്ടും ആ പെണ്ണിന് മനസ്സിലാകില്ലെന്ന് വെച്ചാൽ വിളക്കിന്റെ മുന്നിൽ വന്നു വെട്ട ഈയാമ്പാറ്റയാണെന്ന് വിചാരിച്ചാൽ മതി. ഈ സമയം വളരെ സന്തോഷത്തോടെ ദീപക്ക് എന്ന് നന്ദനയുടെ റൂമിന്റെ വാതിലിങ്ങനെ തട്ടുക. വാതിൽ തുറന്ന് നന്ദന ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ദീപക്കിനെ. അപ്പോൾ ഫ്രണ്ട്സ്, നാളത്തെ കല്യാണം എന്താവും? ഹൃദയ കല്യാണം മുടക്കുമോ? കല്യാണ സമയത്ത് ദിവ്യയും കുഞ്ഞും അവിടെ എത്തുവോ? അതോ ദീപക്കിന്റെ വേറെ ഏതെങ്കിലും പെൺപിള്ളേർ അവിടെ എത്തുവോ? ഇനി നാളത്തെ കല്യാണത്തിന്റെ പേരിൽ പ്രതാപനെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ളതൊക്കെ അനന്തംപിള്ള പ്ലാൻ ചെയ്തതിനെ കുറിച്ച് നാളെ നമുക്ക് നടക്കുന്ന കല്യാണത്തിൽ കാണാം. അപ്പോൾ എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.